സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് നമ്മുടെ നോമ്പ് 1 കേട്ടോ. അപ്പോൾ രാവിലത്തെ അത്താഴം കഴിക്കുന്ന വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഞാനിപ്പോൾ അടുക്കളയിലോട്ട് പോവാണ്. നമുക്ക് നോമ്പ് മുറിക്കാൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണമല്ലോ, അപ്പോൾ അങ്ങോട്ട് പോകാനുണ്ട്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ നിന്ന് എന്തൊക്കെയാണ് സ്പെഷ്യൽ, നോമ്പ് മുറിക്കാൻ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവരും നോമ്പൊക്കെ പിടിച്ച് ഭയങ്കര ക്ഷീണത്തിൽ ഇരിക്കുന്നുണ്ടാവും. ഫസ്റ്റ് നോമ്പല്ലേ, ചെറിയ ക്ഷീണമൊക്കെ കാണും. എനിക്ക് ക്ഷീണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറിയ രീതിയിൽ, വലിയ കുഴപ്പമില്ല. അപ്പോൾ നമുക്ക് എന്തായാലും അടുക്കളയായിട്ട് പോകാം. അപ്പോൾ അതിന് മുന്നേ എല്ലാവരും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുറത്ത് നല്ല മഴയാണ്, നല്ല മഴ. സാധാരണ മാർച്ച് ദിവസങ്ങളിലൊക്കെ അടിപൊളി ചൂട് വരാനുള്ളതാണ് കേട്ടോ, പക്ഷേ ചൂടില്ല, നല്ല തണുപ്പ്. അപ്പോൾ നമ്മളിവിടെ ഒരു ഷേക്ക് അടിക്കാണ്ട് പോകാനുണ്ട്. അതിന് ബദാം, കുറച്ച് അണ്ടിപ്പരിപ്പ്, പിന്നെ നമ്മുടെ കപ്പലണ്ടി, പിന്നെ ഈത്തപ്പഴം എല്ലാം കൂടെ വെള്ളത്തിലിട്ട് ഒരു അരമണിക്കൂർ സോക്ക് ചെയ്യാൻ വെക്കുക കേട്ടോ. അത് ഞാൻ ആദ്യമേ സോക്ക് ചെയ്യാൻ വെച്ചു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി പോകാൻ കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് മുട്ട ഞാൻ അവിക്കാൻ വെച്ചു. എന്താവുമെന്ന് അറിഞ്ഞുകൂടാ, ആദ്യമായിട്ട് വെക്കുന്നതാണ്. അപ്പോൾ അതിന് മുന്നേ ഞാൻ രാവിലെ തന്നെ കാപ്പിക്കുള്ള കറിക്കൊക്കെ ഞാൻ അരിഞ്ഞൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ പാടില്ലായിരുന്നു, പെട്ടെന്ന് ജോലി തീർന്നതുപോലെ എനിക്ക് തോന്നി. പിന്നെ അഴുക്കാകുന്ന പാത്രമൊക്കെ ഞാൻ അപ്പോഴപ്പോഴാണ് കഴുകി വയ്ക്കും. അത് ഞാൻ മുമ്പും അങ്ങനെയാണ്, ഇപ്പോഴും അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ജോലി വലുതായിട്ടുണ്ടാവില്ല. ഞാൻ അപ്പോഴപ്പോഴുള്ള പാത്രങ്ങൾ അപ്പോഴപ്പോഴും കഴുകി വയ്ക്കുന്നതുകൊണ്ട് അടുപ്പും ക്ലീനായിട്ട് കിടക്കും. പിന്നെ ജോലിയും കാണില്ല കേട്ടോ. പിന്നെ ഞാൻ ഈ കറിയും ചോറൊക്കെ വെച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ ഈ അടുപ്പ് തുടയ്ക്കുന്നൊരു പരിപാടി എനിക്കുണ്ട്. നിങ്ങൾക്ക് അതുപോലെ ഉണ്ടോ ഇല്ലെന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഞാൻ മുട്ട വേവിക്കാൻ വെച്ചു, കറി എല്ലാം സെറ്റാക്കി. അപ്പോൾ മസാലയൊക്കെ ഇട്ട് കൊടുക്കണമല്ലോ. അപ്പോൾ ഞാൻ ആദ്യമേ മസാലയൊക്കെ ഇട്ട് അതിൻ്റെ ഒരു പച്ചമണം മാറുമ്പോഴത്തേക്കും വെള്ളം ഒഴിച്ച് അടച്ച് വെച്ച് കറി സെറ്റാക്കി എടുക്കലാണ് എൻ്റെ പതിവ്. എനിക്കിങ്ങനെ കറി വെന്തതിന് ശേഷം പിന്നെ പൊടിയിടുന്നത് എനിക്കിഷ്ടമില്ല. ഞാൻ ആദ്യമേ പൊടിയൊക്കെ ഇട്ട് സെറ്റാക്കി വയ്ക്കും കേട്ടോ. അപ്പോൾ നോമ്പ് വലിയ ക്ഷീണം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ട് ക്ഷീണം ഉണ്ടായിരുന്നു. പിന്നെ ദാഹം, വിശപ്പ്, ഈ വക സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. സാധാരണ എല്ലാ വർഷവും ദാഹം വരുന്നതാണ്. പിന്നെ ഇന്ന് നല്ല മഴ ആയതുകൊണ്ട് ദാഹമൊന്നുമില്ല കേട്ടോ. അങ്ങനെ ക്ഷീണം ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒരു സൈഡിൽ കൂടെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് കാപ്പി ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ കാപ്പി ഇടിയപ്പവും ഉരുളക്കിഴങ്ങ് കറിയാണ് കേട്ടോ. അപ്പോൾ ഇടിയപ്പത്തിന് കുറച്ച് ദിവസത്തിന് മുന്നേ ഞാൻ കുഴച്ചപ്പോഴത്തേക്കും കുറച്ച് വെള്ളം കുടിപ്പോൾ അതങ്ങനെ എടുത്ത് കളയേണ്ടി വന്നു. അപ്പോൾ ഞാനിപ്പോൾ സൂക്ഷിച്ചാണ് കേട്ടോ ഇടിയപ്പത്തിന് മാവ് റെഡിയാക്കിയത്. അത് കഴിഞ്ഞതിന് ശേഷം നമുക്കിത് സെറ്റാക്കണമല്ലോ. അപ്പോൾ ഇഡലി പാത്രത്തിലാണ് നമ്മൾ ഈ ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് നമ്മുടെ തേങ്ങ ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ സേവനാഴി കൊണ്ട് നമ്മുടെ ഇതുണ്ടല്ലോ, മാവ് നമ്മളിങ്ങനെ കറക്കി കൊടുക്കുക, രണ്ടിലും കറക്കി സെറ്റാക്കി എടുക്കുക കേട്ടോ. ആദ്യം എനിക്കിതൊക്കെ ഭയങ്കര പാടായിരുന്നു. ഇപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല കേട്ടോ. ചെയ്ത് എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട്. മുമ്പ് ഇത് കറക്കാൻ 10 പേരെങ്കിലും വേണമായിരുന്നു, അത്രയും പാടായിരുന്നു. ഇപ്പോൾ പിന്നെ വലിയ കുഴപ്പമില്ല. അങ്ങനെ അത് ഞാൻ അടുപ്പിൽ വെച്ച് സെറ്റാക്കി. പിന്നെ അടുപ്പ് തുടയ്ക്കാൻ കേട്ടോ. പിന്നെ കറി തുറന്ന് നോക്കിയപ്പോൾ കറി സെറ്റാക്കി. പിന്നെ നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് ഉടച്ച് സെറ്റാക്കി കറി എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇടിയപ്പവും കറിയൊക്കെ സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത സ്നാക്സ് ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആ പാത്രം തന്നെ ഞാൻ കഴുകി എടുക്കാനാട്ടോ. അപ്പോൾ അതിൻ്റെ റെസിപ്പി ഞാൻ പ്രത്യേക ഷോർട്സ് ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് പോയി കണ്ടു നോക്കുക. അതുകൊണ്ടാണ് ഇതിൽ ഞാൻ ചേർക്കാത്തത് കേട്ടോ. അതിൽ ഞാൻ പ്രത്യേക ഷോർട്സ് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുളമായോന്ന് ചോദിച്ചാൽ ഇല്ല കേട്ടോ, നല്ല രീതിയിൽ വന്നു. പിന്നെ ഞാൻ ഇത് ചെയ്തപ്പോഴത്തേക്ക് വലിയ ടേസ്റ്റ് കാണില്ല എന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ പറയാതിരിക്കാൻ വേണ്ടി അടിപൊളി ടേസ്റ്റാണ്. ഞാൻ അത് ഷോർട്സിൽ ഇട്ടിട്ടുണ്ട്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അപ്പോൾ നമ്മുടെ ഷേക്കിൽ കുറച്ച് പഴവും കുറച്ച് പാലും കൂടെ ഒഴിച്ച് നല്ല രീതിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് ഷുഗർ ആഡ് ചെയ്യണമെങ്കിൽ ചെയ്യാൻ, ഞാൻ ഷുഗർ ആഡ് ചെയ്തിട്ടില്ല. പിന്നെ നമ്മുടെ കസ്കസും കൂടെ ഇട്ടിട്ട് കഴിക്കണം കേട്ടോ, നല്ല ടേസ്റ്റാണ്. ഷുഗർ വേണ്ടവർ അങ്ങനെ ചെയ്യുക. പിന്നെ ഒരു പഴവും ഒരു ഈത്തപ്പഴവും 2 മൂസമ്പിയും കൂടെ. അപ്പോൾ അവന് വേണമെന്ന് പറഞ്ഞു. ഈ പഴം എനിക്കിഷ്ടമില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ പഴം എടുത്ത് ഈത്തപ്പഴമൊക്കെ എടുത്ത് സെറ്റാക്കി വെച്ച്. പിന്നെ നമ്മുടെ നോമ്പ് കഞ്ഞി കിട്ടിയത് താഴത്തെ വീട്ടിലുള്ളവർ എനിക്ക് കൊണ്ട് തന്നതാണ്. പിന്നെ കുറച്ച് പാത്രം, എല്ലാ പാത്രവും കഴുകി വെച്ചിട്ട് ഏറ്റവും ലാസ്റ്റ് വന്ന കുറച്ച് പാത്രം ഉണ്ടായിരുന്നു, അതും കൂടെ അങ്ങ് കഴുകി വെച്ച് അടുപ്പൊക്കെ റെഡിയാക്കി സെറ്റാക്കി തുടച്ച് ക്ലീൻ ചെയ്തിട്ട് ഞാൻ നോമ്പ് ബാങ്ക് വിളിക്കാണ്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. ഞാനല്ല, മെയിനായിട്ട് മോനാണ് കാത്തിരിക്കുന്നത്. അവൻ ഉണ്ടാക്കിയ ഒരു സ്നാക്സ് അവന് കഴിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെ അവൻ
കാത്തിരിക്കുകയാണ്. അപ്പം ഞാൻ വേഗം തന്നെ പോയി ഒതുവും കാര്യങ്ങളൊക്കെ എടുത്തിട്ട് വാങ്ങിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഇതൊക്കെയാണ്. നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് സ്പെഷ്യൽ എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അങ്ങനെ കാത്തിരുന്ന് അവസാനം ബാങ്ക് വിളിച്ചു. സത്യം പറഞ്ഞതാ ഒരു നോമ്പ് തീർന്നു, അടുത്ത നോമ്പ് തുടങ്ങി. സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഓർമ്മ ഉള്ളൂ. രണ്ടാമത്തെ നോമ്പ് ഇങ്ങ് എത്തിക്കഴിഞ്ഞു. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇനി ഇങ്ങനത്തെ വീഡിയോ വേണോ വേണ്ടതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ എല്ലാവരും നോമ്പൊക്കെ പിടിച്ച് സെറ്റായിട്ടിരുന്നോളൂ. ടാറ്റാ.